1967 നമ്മുടെ സ്ഥലത്തു നിന്നൊക്കെ ഒത്തിരി ദൂരെ ലോകത്തിന്റെ ഒരു അങ്ങേയറ്റത്ത് ഒരു നീണ്ട ക്യൂ നേരം പുലർന്നപ്പോൾ തന്നെ രൂപപ്പെട്ടു. ഇത് സൂര്യയുടെ വിജയുടെ ഒന്നും ഒരു മാസപടത്തിന്റെ റിലീസിനല്ല എന്ന് വർഷം കേൾക്കുമ്പോൾ തന്നെ അറിയാം. എന്നാൽ അതിനെയൊക്കെ വെല്ലുന്ന ഒരു വിശ്വവിഖ്യാതമായ ഒരു കൃതിയുടെ ആദ്യ പതിപ്പിറങ്ങുന്ന ദിവസമായിരുന്നു അത്. ലോകം മുഴുവൻ ഇപ്പോഴത്തേക്ക് ഭാഷയിൽ പറഞ്ഞാൽ ബമ്പർ ഹിറ്റായ, ഇന്നും അതിന്റെ പതിപ്പുകൾ ആവേശത്തോടെ ആൾക്കാർ വീണ്ടും വീണ്ടും വായിക്കുന്ന 100 Years of Solitude, ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന വിശ്വവിഖ്യാതമായ പുസ്തകം ഇറങ്ങുകയായിരുന്നു. മാജിക്കൽ റിയലിസം എന്ന ജോണർ തന്നെ സാഹിത്യകൃതികളിൽ എഴുതി ചേർക്കപ്പെട്ടത് ഈ ഒരു കൃതിയോടുകൂടിയാണ്. പിന്നീട് ലാറ്റിൻ അമേരിക്ക എന്നും വസന്തങ്ങൾ ഈ ഒരു ജോണറിൽ വിരിയിച്ചിട്ടുണ്ട്. അത് കൃതികളിൽ കൂടെ മാത്രമല്ല, വ്യക്തികളിലൂടെയും. ഇങ്ങേയറ്റം 2022 അർജന്റീനയുടെ ഫുട്ബോൾ ലോകകപ്പ് വിജയം പോലും പറയുമ്പം ഇതിന്റെ ആദ്യത്തെ പബ്ലിക്കേഷൻ ഇറങ്ങിയത്, അല്ലെങ്കിൽ ഇത് ആദ്യത്തെ വേർഷൻ ഇറങ്ങിയത് സ്പാനിഷിലാണ്. അർജന്റീനയിലെ ബ്യൂണസ് എയർസിലാണ് ഇതിന്റെ ആദ്യത്തെ പതിപ്പെന്ന് ഇറങ്ങിയത്. ഇത് അവിടെ ഞാൻ ഇതിലേക്ക് വരാം. അതിനു മുമ്പ് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്ന പോലെ യൂട്യൂബിലുള്ള എല്ലാ കണ്ടന്റുകളൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതല്ല. പലരും വളരെ അതോറിറ്റിയോടെ തന്നെ ഒന്നും പറയുന്ന പലതും വിശ്വസിക്കാൻ പാടില്ല എന്ന് എനിക്ക് ഒരു വ്യക്തിപരമായ ഒരു അനുഭവം ഉണ്ടായി കുറച്ചു നാൾ മുമ്പ്. ഗബ്രിയേൽ മാർഷൽ ഗാർസിയെ കുറിച്ചും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മാജിക്കൽ റിയലിസത്തെ കുറിച്ചും നമ്മുടെ ചാനലിൽ തന്നെ മറ്റൊരു വീഡിയോ ഉള്ളതാണ്. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഇദ്ദേഹത്തിന്റെ വായിക്കാത്ത ഒരു കൃതി ഉണ്ടായിരുന്നു, ജനറൽ തന്റെ രാവണൻ കോട്ടയിൽ എന്ന് പറയുന്ന ദ ജനറൽ ഇൻ ഹിസ് ലാബിറിൻത്ത് എന്ന് പറയുന്ന ഒരു വളരെ പ്രശസ്തമായ മറ്റൊരു കൃതി ഇദ്ദേഹത്തിന്റെ ഉണ്ട്. ഞാനത് വായിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു യൂട്യൂബ് റിവ്യൂവിൽ ഈ പുസ്തകത്തിന്റെ ഒരു മലയാളം റിവ്യൂ ആണ്. അതിൽ ഒരാൾ പറയുകയുണ്ടായി, ഇതത്ര മികച്ചതൊന്നുമല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൃതികൾ ഇത് അങ്ങോട്ട് ആ ഒരു സ്റ്റാൻഡേർഡിലൊന്നും കീപ്പ് ചെയ്യാൻ പറ്റുന്നതല്ല. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് ഒരു ഫാമിലി ഫംഗ്ഷന് പോയപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇതുപോലെ ട്രെയിൻ അല്പം വൈകി. കാത്തിരിപ്പിന്റെ ഒരു ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് ഈ പുസ്തകം DC ബുക്സിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇത് വായിക്കുകയുണ്ടായി. വളരെ ക്ഷീണിച്ച ഒരു ദിവസമായിരുന്നു അന്ന്. ഇത് വായിച്ചു തുടങ്ങി. ആദ്യത്തെ പേജ്, രണ്ടാമത്തെ പേജ്, മൂന്നാമത്തെ പേജ്, ഇതിലെവിടെയാണിത് മോശമെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് മാത്രമല്ല, ഈ ഓരോ പേജ് വായിക്കുമ്പോഴും ഈ ക്ഷീണം എങ്ങോട്ട് പോയി എന്നറിഞ്ഞില്ല. ട്രെയിൻ വരാറായത് അനൗൺസ്മെന്റ് കേട്ടപ്പോൾ പോലുമാണ് ഇതറിഞ്ഞത്. അതാണ് ഗബ്രിയേൽ മാർക്കസ് ഗാർസിയ എന്ന ഗബ്രിയേൽ മാലാഖ. ഇദ്ദേഹത്തിന്റെ 100 Years of Solitude വെബ് സീരീസ് ആവുന്നു എന്ന് കേട്ടപ്പോൾ വല്ലാത്തൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു, ഒരല്പം ഭയവും. കാരണം ഏതെങ്കിലും രീതിയിൽ ഇത് മോശമായി പോവുകയാണെങ്കിൽ അതൊരു വേദനിക്കുന്നൊരു ഓർമ്മയായി കിടക്കും. അത്രയ്ക്ക് ഇഷ്ടമാണ് വ്യക്തിപരമായി എനിക്ക് ഈ പുസ്തകം. ഇത് വായിച്ചിട്ടുള്ള ആരും അത് തിരിച്ചൊരു അഭിപ്രായം പറയുമെന്ന് തോന്നുന്നില്ല. വിശ്വ സാഹിത്യകാരി, നമ്മുടെയൊക്കെ അഭിമാനമായ അരുന്ധതി റോയ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എഴുതി കഴിഞ്ഞിട്ട് അരുന്ധതി റോയ് പറയുകയുണ്ടായി, എന്റെ ഒരു നോവലും അല്ലെങ്കിൽ എന്റെ ഒരു കൃതികളും ഞാൻ സിനിമയാക്കാൻ കൊടുക്കുകയില്ല എന്നുള്ളത്. അതിന് വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു റീസണും ഉണ്ടായിരുന്നു. കാരണം ഈ പുസ്തകം ഏത് ഒരു നോവലോ അല്ലെങ്കിൽ കഥയോ ചെറുകഥയോ ഏത് വായിക്കുമ്പോഴും വായിക്കുന്ന ആളുടെ ഒരു പെർസെപ്ഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ആ ഒരു നോവലിസ്റ്റ് ഉദ്ദേശിച്ചേക്കുന്നതിനെക്കാട്ടി ഒരുപാട് ആംഗിളും അല്ലെങ്കിൽ ഒരുപാട് പെർസെപ്ഷൻസും വരുന്നതാണ് ആ കൃതികളെ മഹത്തരമാക്കുന്നത്, അല്ലെങ്കിൽ നോവലിന്റെ ഒരു വലിയൊരു പവർ എന്ന് പറയുന്നത്. സിനിമയാവുമ്പോൾ ഇത് ഒരാളുടെ കണ്ണിലൂടെ, സംവിധാനങ്ങളിലൂടെ മാത്രം വരിക എന്നുള്ളൊരു പരിമിതിയിൽ ഒതുങ്ങപ്പെടും എന്നുള്ള ഒരു വളരെ യാഥാർത്ഥ്യമായ ഒരു കാഴ്ചപ്പാട് ശ്രീമതി പറയുകയുണ്ടായി.
വളരെ സത്യവുമാണത്. കാരണം ഞങ്ങളുടെയൊക്കെ ഹോസ്റ്റലിൽ ഈ കഥ വായിച്ചു തരുന്ന ഒരു ചേട്ടനുണ്ടായിരുന്നു. ഈ പുസ്തകങ്ങൾ വായിച്ചിട്ട് ഭയങ്കര നല്ല രസമായിട്ടാണ് അദ്ദേഹം വായിച്ചിരുന്നത്. ഒരിക്കൽ നമ്മുടെ ഒരു ഫ്രണ്ട്, രതീഷ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞു, എനിക്ക് നിങ്ങൾ വായിച്ചു കേൾക്കണം, ഞാൻ ഈ ബുക്ക് വായിച്ചിട്ട് വന്നിട്ട് നമുക്ക് നാളെ സംസാരിക്കാമെന്ന് പറഞ്ഞു. ഇവർ രണ്ടുപേരും ഈ കഥയൊക്കെ ഒന്നാണെങ്കിലും മനസ്സിലാക്കിയത് ഒന്നാണെങ്കിലും ഇവർ രണ്ടുപേരുടെ പെർസെപ്ഷൻസ് ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. അത് തന്നെയാണ് അതിന്റെ ഒരു മനോഹാരിത എന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 100 Years of Solitude എന്ന ആ വിശ്വവിഖ്യാതമായ കൃതി നെറ്റ്ഫ്ലിക്സിൽ സീരീസ് ആയിട്ട് വന്നു. വളരെ സന്തോഷം തോന്നുന്നു ഇത്തരത്തിലൊക്കെ ഉള്ള ഒരു പോസിറ്റീവ് റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽസിൽ വരുമ്പോൾ. കാരണം സിനിമയാക്കാൻ കഴിയില്ലായിരിക്കും നോവല്, പക്ഷെ വെബ് സീരീസ് ആക്കാൻ കഴിയും എന്ന് ഇതിന്റെ മേക്കേഴ്സ് തെളിയിച്ചു തന്നിരിക്കുകയാണ് നമുക്ക് ഇതിലൂടെ. Many years later, while facing the firing squad, Colonel Aureliano Buendia was to remember that distinct afternoon when his father took him to discover ice എന്നുള്ള ഒരു സെന്റൻസിലാണ് ഈ നോവൽ ആരംഭിക്കുന്നത്. ആദ്യത്തെ വരികൾ വളരെ പഞ്ചോടുകൂടി ആസ്വദിച്ചിട്ടുള്ള മറ്റൊരു നോവൽ രണ്ടാം മുഴം തന്നെയാണ്. കടലിന് കറുപ്പ് നിറമായിരുന്നു എന്നാണ് ആദ്യത്തെ വരി തന്നെ രണ്ടാം മുഴത്തിലെ തുടങ്ങുന്നത്. ഈ വരിയുടെ ഒരു മനോഹാരിത, ഈ ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ 100 Years of Solitudeലെ ആദ്യത്തെ വരിയുടെ ഒരു മനോഹാരിത, ആ ആദ്യത്തെ വരിയിൽ തന്നെ അദ്ദേഹം 3 കാര്യങ്ങളാണ് പറഞ്ഞു വെക്കുന്നത്. ഇത് തന്നെയായിരുന്നു ഇതിന്റെ ഒരു വലിയ എസൻസ്. ഈ സബ്ജക്റ്റിലേക്ക് നമ്മളെ വലിച്ചെടുത്തോണ്ട് ഇത് വർഷങ്ങളെടുത്ത് വായിച്ചു തീർന്നവരുണ്ട്. എന്നാൽ വെബ് സീരീസിലേക്ക് വരുമ്പോൾ ഇത് അങ്ങനെയല്ല. ഈ വരിയിൽ തന്നെയാണ് അവർ തുടങ്ങുന്നത്. ഈ വരി തന്നെ ഫസ്റ്റ് ട്രെയിലറിലും സീസൺ 1ന്റെ എപ്പിസോഡ് 1ന്റെ ഫസ്റ്റ് ഷോട്ടിലും കാണിച്ചപ്പോൾ തന്നെ ഇതിന്റെ വിധി ഏറെക്കുറെ ഉറപ്പായിരുന്നു. പിന്നീട് ഇതിന്റെ പിന്നിൽ പ്രൊഡ്യൂസേഴ്സായിട്ട് നിൽക്കുന്നത് ഇദ്ദേഹത്തിന്റെ കൊച്ചുമക്കളാണ്, മാർക്കസ് ഗാർസിയയുടെ കൊച്ചുമക്കളാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും അത് മോശം വരാതിരിക്കാൻ അവര് എന്ത് വില കൊടുത്തും അത് പ്രൊട്ടക്ട് ചെയ്യുമെന്ന് ഉറപ്പായിരുന്നു. നോവലില് ഒരല്പം നോൺ ലീനിയർ ആയിട്ടാണ് നോവലിന്റെ നറേഷൻ പോയിട്ടുള്ളതെങ്കിലും ഇതിൽ തീർച്ചയായിട്ടും അങ്ങനെയല്ല. ഇതിൽ കുറച്ചുകൂടെ ലീനിയർ ആയിട്ടാണ് പോയത്. അതിന്റെ ഒരു അത് ഗുണമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം ഇത് ഞാൻ റെക്കമെൻഡ് ഒരുപാട് പേരോടൊക്കെ ഓഫീസിലും അല്ലെ സുഹൃത്തുക്കളുടെ റെക്കമെൻഡ് ചെയ്യുമ്പോൾ പലരും ഈ പുസ്തകം വായിച്ചിട്ടില്ല, അല്ലെങ്കിൽ അങ്ങും ഇങ്ങൊക്കെ കേട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ അതൊക്കെ വളരെ നിരാശപ്പെടുത്തി സത്യം പറഞ്ഞാൽ. അത്തരത്തിലുള്ളവർക്ക് പോലും ആസ്വദിക്കാവുന്ന രീതിയിൽ, അതായത് നോവല് വായിച്ചിട്ടില്ലാത്തവർക്ക് പോലും സാധാരണ വെബ് സീരീസ് ലവേഴ്സിനൊക്കെ ആസ്വദിക്കാവുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു ഫുൾ നറേഷൻ പോയിരിക്കുന്നത്. ഇവര് ജിപ്സികളെ കണ്ടുമുട്ടുന്നതും, അല്ലെങ്കിൽ ആദ്യം തന്നെ ഇത് ഇറങ്ങുന്നതും, ബുഡിയ ഫാമിലിയുടെ ഒരു 7 ജനറേഷനിലേക്ക് വരുന്നതും തീർന്നിട്ടില്ല. ഇത് ഒരു 8 എപ്പിസോഡിൽ നിർത്തുന്നു. ഇനി അടുത്തൊരു 8 എപ്പിസോഡിലൂടെ വരാനുണ്ട്. പക്ഷേ ഒരു വെബ് സീരീസിന്റെ എന്തെങ്കിലും നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു വലിയൊരു മൂമെന്റ് തീർച്ചയായിട്ടും അതിന്റെ ബേസ് എന്ന് പറയുന്ന നോവലാണ്. അതിൽ നിന്ന് എത്ര കഥകൾ വേണമെങ്കിലും എടുക്കാം. ആ കാലത്ത് ലാറ്റിൻ അമേരിക്കയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ കൂട്ടുകുടുംബങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പിന്നെ അവിടുത്തെ പ്ലേഗ് വന്നപ്പോഴുള്ള അവസ്ഥ, അതിനുശേഷമുള്ള ഒരു തിരിച്ചുവരവ്, അത്തരത്തിലുള്ള വളരെ മാജിക്കലായിട്ടാണ് ഓരോ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോകുന്നത്. ബുണ്ടിയ ഫാമിലിയുടെ 7 ജനറേഷനും ഒക്കെ വളരെ ക്യൂരിയോസിറ്റി ഉണ്ടാവും മലയാളികൾക്ക് ഇത് എങ്ങനെയാണ് ഇത്രയും പ്രിയങ്കരമാവുന്നതെന്ന് ഇത് കാണുമ്പോൾ, അല്ലെങ്കിൽ ഈ നോവല് വായിക്കുമ്പോൾ. നമ്മുടെ കൾച്ചറുമായിട്ട് ഒത്തിരി സാമ്യങ്ങളുള്ള ചില സാധനങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ വെബ് സീരീസിലും പുസ്തകത്തിലും കാണും. കൂട്ടുകുടുംബങ്ങള്, പിന്നെ ഈ കാറ്റൽ ഫീഡ്, നമ്മുടെ പശു അല്ലെങ്കിൽ ആട്, ഇതൊക്കെ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാര്, അല്ലെങ്കിൽ ഇമോഷൻസ്, പിന്നെ ഈ പറയുന്ന പോലുള്ള ഒരു ലിബറലിസം, സെക്യുലറിസം, ഇതെല്ലാം ഇതിൽ വന്നു പോകുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കാണുമ്പോൾ ഇത് കേരളവും ലാറ്റിൻ അമേരിക്കയും തമ്മിൽ മൈലുകളുടെ അല്ലെ കടലുകളുടെ വ്യത്യാസമുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഒരുപാട് സിമിലാരിറ്റീസ് വന്നു. അത്ഭുതത്തോടെയും അഭിമാനത്തോടെയും പറയട്ടെ, വളരെ മനോഹരമായിട്ടാണ് ആദ്യത്തെ ഒരു നോവൽ സംരംഭം ഒരു ദൃശ്യാവിഷ്കാരത്തിൽ ഇതിന് മുകളിൽ എത്തുന്നത്. കാരണം ഞാനിത് പറയാൻ കാര്യം, അടുത്തിടെ മനോരഥങ്ങൾ കണ്ടിരുന്നു MT സാറിന്റെ നോവലുകളുടെ. അതിലെ പല എപ്പിസോഡുകളൊന്നും ഇതിൽ അദ്ദേഹം എഴുതിയതിനൊപ്പമോ അല്ലെങ്കിൽ അതിന് മുകളിലോ പോയിട്ടില്ല. പക്ഷെ ഇത് അത്തരത്തിലല്ല. 100 Years of Solitude ആ നോവൽ ഇഷ്ടപ്പെടുകയും ആരാധിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഇതൊരു മസ്റ്റ് വാച്ച് തന്നെയാണ്. കഥയുടെ റിവ്യൂ ഒന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു മഹത്സൃഷ്ടിയുടെ
സിനിമയുടെ റിവ്യൂ പറയാനുള്ള യോഗ്യത എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് റിവ്യൂ ഈ വെബ് സീരീസിൽ ഒതുക്കുന്നത്. തീർച്ചയായിട്ടും അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. സാഹിത്യം ആസ്വദിക്കുന്നവർക്കും വെബ് സീരീസ് ആസ്വദിക്കുന്നവർക്കും ഒരുമിച്ചിരുന്ന് കണ്ട് ആസ്വദിക്കാവുന്ന വളരെ മനോഹരമായ ഒരു വെബ് സീരീസ് ആണ് 100 Years of Solitude. കാണുക, മിസ് ചെയ്യാതിരിക്കുക. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്.